ഹായ് ഹലോ PC ക്യാപ്സ്യൂൾ ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗലികാവകാശങ്ങളുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരെ അതുപോയി കൃത്യമായിട്ട് കണ്ട് പഠിച്ചതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക. മൗലികാവകാശങ്ങൾ എത്ര തരമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 6 തരം അല്ലേ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നിങ്ങനെയാണ് 6 അവകാശങ്ങൾ. ഇനി നമുക്ക് ഈ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾസും അതിനുള്ളിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കൃത്യമായി തന്നെ പഠിക്കാം. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനമാണ്. അതെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും പാർലമെൻറ്റും സംസ്ഥാനങ്ങളിൽ അതത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിനുള്ളിലുള്ളതോ ഭാരത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ അധികാര സ്ഥാനങ്ങളും സ്റ്റേറ്റ് എന്ന പദത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനമാണ്. സ്റ്റേറ്റ് എന്താണെന്നുള്ള നിർവചനമാണ് ആർട്ടിക്കിൾ 12. അങ്ങനെയെങ്കിൽ ആർട്ടിക്കിൾ 13 എന്താണ് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ ആണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാശ്രിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 13 ആണ്. മറന്നുപോകാതെ തന്നെ പഠിക്കുക. അമേരിക്കയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൗലിക അവകാശങ്ങളിൽ ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള ആശയം ബ്രിട്ടനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. നിയമവാഴ്ച എന്നുള്ളൊരു ടേം നമ്മൾ ഓർത്ത് വെക്കണം. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിയമവാഴ്ച എന്ന ടേം ആദ്യമായി ജനകീയമാക്കിയത് AV ഡൈസി ആണ്. അത് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നിയമവാഴ്ച എന്ന ടേം ആരുടേതാണെന്നുള്ള ചോദ്യം. അപ്പോൾ AV ഡൈസിയാണ്. അത് മറന്നുപോകാതെ പഠിക്കുക. ആർട്ടിക്കിൾ 15 ഇന്ത്യയിലെ ഒരു പൗരനോടും മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ ജന്മസ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15. ഈ ആർട്ടിക്കിളിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആർട്ടിക്കിൾ 15(3) സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ അനുച്ഛേദം 15(6) മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 15(6) ആണ്. അതുകൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. എന്നാൽ ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരന് പൊതു നിയമനങ്ങളിൽ വിവേചനം പാടില്ല എന്ന് ആർട്ടിക്കിൾ 16 അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ചില നിയമനങ്ങളിൽ നമുക്കറിയാം വാസസ്ഥലം പാർലമെൻറ്റിന് മാനദണ്ഡമായി പരിഗണിക്കുക. അത് അനുച്ഛേദം 16(3) അതുപോലെ തന്നെ പിന്നോക്ക സമുദായത്തിനായി തൊഴിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് 16(4) പറയുന്നുണ്ട്. ചില നിയമനങ്ങളിൽ വിവേചനം ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് കാര്യം പറയുന്നത്. വാസസ്ഥലത്തിന് പാർലമെൻറ്റിന് മാനദണ്ഡമായി പരിഗണിക്കുക. അതുപോലെ തന്നെ പിന്നോക്ക സമുദായത്തിന് തൊഴിൽ സംവരണം ഏർപ്പെടുത്താം. അത് 16(4). അതുപോലെ തന്നെ ചില പ്രത്യേക മതവിഭാഗക്കാർക്ക് മതസ്ഥാപനങ്ങളിലും സംവരണം ഏർപ്പെടുത്താം. ഉദാഹരണം ദേവസ്വം ബോർഡിലൊക്കെ ഉണ്ടോ. അനുച്ഛേദം 16(5) പറയുന്നത്. ഈ അവസര സമത്വത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. നമ്മൾ പറഞ്ഞു മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച അവകാശം, ജന്മസ്ഥലം, വാസസ്ഥലം ഒക്കെ ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരു പൗരന് നിയമനങ്ങളിൽ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത്. ആർട്ടിക്കിൾ 17 ആണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയെ ഏക വകുപ്പാണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 17 ആണ്. ആർട്ടിക്കിൾ 17 ആണ്. ഇതോടൊപ്പം തന്നെ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യമാണ് അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ആണ്. 2022 10th പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ് അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ആർട്ടിക്കിൾ 18 പദവികളും നാമങ്ങളും നിർത്തലാക്കുന്നതിനെക്കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സമത്വത്തിനുള്ള അവകാശം എന്നുള്ളതിൽ പഠിച്ചിരിക്കേണ്ടത്. 14 മുതൽ 18 വരെയാണ്. ഒന്നാമത്തേത് നമുക്കറിയാം നിയമവാഴ്ച. അനുച്ഛേദം 14 നിയമവാഴ്ച. അനുച്ഛേദം 15 സ്ത്രീക്കും പുരുഷന് തുല്യത കൊടുക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ പൗരന്മാരോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16
പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തിനെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 18 പദവികളും നാമങ്ങളും നിർത്തലാക്കുന്നു. രണ്ടാമത്തെ മൗലികാവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ഈ ഭാഗത്ത് നിന്ന് PSC ഇപ്പോൾ നിരന്തരം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(b) ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(c) സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(d) സഞ്ചാര സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(e) ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(g) മാന്യമായി ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(a)യിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽപ്പെടാവുന്ന അവകാശങ്ങൾ: പത്രസ്വാതന്ത്ര്യം, ടെലിഫോൺ സംഭാഷണം ചോർത്തുന്നതിനെതിരായുള്ള അവകാശം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ആഹ്വാനം ചെയ്യുന്ന ബന്ദിനെതിരായുള്ള അവകാശം, സർക്കാർ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവകാശം, നിശബ്ദതാ സ്വാതന്ത്ര്യം, പ്രതിഷേധത്തിനുള്ള അവകാശം, സ്വന്തം കാഴ്ചപ്പാടുകളും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും പ്രചരിപ്പിക്കാനുള്ള അവകാശം, വിവരാവകാശവും പത്രസ്വാതന്ത്ര്യവും ഒക്കെ ആർട്ടിക്കിൾ 19(1)(a)യിലാണ് വരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അത് ഓർത്തു വയ്ക്കുക, മുൻകാല ചോദ്യങ്ങളിൽ പെടുന്നതാണ്. ഇനി ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. നോ എക്സ്പോസ്റ്റ് ഫാക്ട് ലോ, അതുപോലെ തന്നെ നോ ഡബിൾ ജിയോപാർഡി, നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്നിവ മൂന്ന് സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ്. അതിലൊന്ന് നോ എക്സ്പോസ്റ്റ് ഫാക്ട് ലോയാണ്. ആർട്ടിക്കിൾ 21 മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് പറയുന്നത് നോ ഡബിൾ ജിയോപാർഡി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാനോ വിചാരണ നടത്തുവാനോ പാടില്ല എന്ന് ആർട്ടിക്കിൾ 22 പറയുന്നു. അതുപോലെ തന്നെ നോ സെൽഫ് ഇൻക്രിമിനേഷൻ. മൂന്നാമത്തത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാക്ഷി പറയാൻ പാടില്ല, സാക്ഷി പറയിപ്പിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 23. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അവകാശമാണ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നാണ് അനുച്ഛേദം 21 അറിയപ്പെടുന്നത്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അവകാശത്തിലാണ് പെടുന്നത്? മൗലിക അവകാശത്തിലാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? KS കുട്ടസ്വാമി കേസിലാണ്. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം 21. അതുപോലെ തന്നെ നമ്മളെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം സുപ്രീം കോടതി പ്രസ്താവിച്ച ചില അവകാശങ്ങൾ പറയാം, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, മലിനരഹിതമായ ജലം, അപകടകരമായ വ്യവസായശാലകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയുൾപ്പെടെ അന്തസ്സായ ജീവിത പരിസ്ഥിതിക്കുള്ള അവകാശം, ഉപജീവനത്തിനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, താമസ സൗകര്യത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം, ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരായുള്ള അവകാശം, തടവിൽ പാർപ്പിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെതിരായുള്ള അവകാശം, അടിയന്തര വൈദ്യപരിചരണത്തിനുള്ള അവകാശം, കസ്റ്റഡി ഉപദ്രവത്തിനെതിരായുള്ള അവകാശം, പൊതുസ്ഥലങ്ങളിൽ തൂക്കിലേറ്റപ്പെടുന്നതിനെതിരായുള്ള അവകാശം, പ്രശസ്തി നേടുന്നതിനുള്ള അവകാശം, ഇൻ്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം, ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കുന്നതിനുള്ള അവകാശം. ഇത്രയും അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 21 പ്രകാരം സുപ്രീം കോടതി പ്രസ്താവിച്ച അവകാശങ്ങൾ. ആർട്ടിക്കിൾ 21A ഓർത്ത് വെക്കണം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശം. പിന്നെ അതുപോലെ തന്നെ അത് മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി ഏതാണ്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 86-ാം ഭരണഘടന ഭേദഗതിയാണ് അല്ലേ, 2002. ഇത് മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ 21A. ആ സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡൻ്റ് ആയിരുന്നു APJ അബ്ദുൽ കലാം. ആർട്ടിക്കിൾ 22. ഇനി അടുത്തത് ആർട്ടിക്കിൾ 22. നിയമവിധേയമല്ലാതെ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം നൽകുന്നതിനെയാണ് ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 22. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ആർട്ടിക്കിളിൽ തന്നെയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കുവാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശമുണ്ട്. അതും ആർട്ടിക്കിൾ 22 പ്രതിപാദിക്കുന്നത്. കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്ന് മുൻകാല ചോദ്യം ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 22 മറന്നുപോകാതെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ കരുതൽ തടങ്കൽ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നെ അതുപോലെ തന്നെ കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെയാണ് തടവിൽ വയ്ക്കാൻ കഴിയുക? 3 മാസം വരെയാണ് തടവിൽ വയ്ക്കാൻ കഴിയുക.
ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? മലയാളിയായ നമ്മുടെ AK ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AKG ആണ്. അതുകൂടെ ഓർത്തു വെക്കുക. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മൗലികാവകാശങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.